തൃശൂർ കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷം. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ ലക്ഷ്യമിട്ട് ഗൂഢസംഘം പ്രവർത്തിക്കുന്നതായി KC ഗ്രൂപ്പ് അനുകൂലികൾ. KC ഗ്രൂപ്പ് തൃശൂരിന്റെ കാര്യത്തിൽ അനാവശ്യ ഇടപെടൽ നടത്തുന്നുവെന്നാണ് മറുവിഭാഗത്തിന്റെ ആരോപണം. മുൻ DCC അധ്യക്ഷൻ ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിന് പിന്നിലെന്നും ആക്ഷേപമുണ്ട്. കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പ്, മറ്റത്തൂരിലെ കൂട്ടരാജി എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം ആരോപണമുയർത്തുന്നത്. സാനു കെ സജീവ് ഒപ്പം ചേരുന്നുണ്ട്. സാനു, മുൻപെങ്ങുമില്ലാത്ത വിധം പ്രതിരോധത്തിലാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് തിരിച്ചടികളുടെ പ്രതിരോധത്തിലായിരുന്നു. ഇപ്പോൾ ജയിച്ചു വന്നപ്പോൾ തമ്മിലടി രൂക്ഷമാണ്. മറ്റത്തൂർ വലിയൊരു നാണക്കേടായി കൺമുന്നിൽ നിൽപ്പുണ്ട്. മറ്റൊന്ന്, തൃശൂർ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനെ ചൊല്ലിയുള്ള വലിയ വിവാദങ്ങളും തുറന്നു പറച്ചിലുകൾ, പരസ്യമായി DCC പ്രസിഡന്റിനെതിരെ ആരോപണം, കോഴ ആരോപണം അടക്കം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്താണ് തൃശ്ശൂരിലെ കോൺഗ്രസിൽ സംഭവിക്കുന്നത്? കൃഷ്ണരാജ്, തൃശ്ശൂരിൽ കോൺഗ്രസിലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രൂപ്പിസത്തിൽ അല്ലെ ഗ്രൂപ്പ് പോരിൽ ആടിയുലയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. AI ഗ്രൂപ്പുകൾക്കൊപ്പം തന്നെ KC ഗ്രൂപ്പ് കൂടി തൃശ്ശൂരിൽ പിടിമുറുക്കിയതോടുകൂടി അക്ഷരാർത്ഥത്തിൽ പാർട്ടി ഒന്നാകെ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമൊക്കെ കോൺഗ്രസിന് തൃശ്ശൂരിൽ ഉണ്ടാക്കാൻ സാധിച്ചെങ്കിലും പിന്നീട് ഇങ്ങോട്ടുണ്ടായിട്ടുള്ള ഗ്രൂപ്പ് പോരിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനം എത്രത്തോളം പ്രതിരോധത്തിലായി എന്നുള്ള കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലെ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, വായിച്ചെടുക്കാൻ സാധിക്കും. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ മിന്നും വിജയമുണ്ടായിട്ടും അവിടെ ഒരു മേയറെ കണ്ടെത്തുന്ന കാര്യത്തിൽ പാർട്ടിക്കുണ്ടായിരിക്കുന്ന വീഴ്ച, അല്ലെ പാർട്ടിയിലുണ്ടായിരിക്കുന്ന പടലപ്പിണക്കങ്ങൾ, തമ്മിലടി, ഗ്രൂപ്പിസമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനൊടുവിൽ ലാലി ജെയിംസിന്റെ തുറന്ന പറച്ചിലോടുകൂടിയാണ് പാർട്ടി പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലായത്. അതായത് പണപ്പെട്ടി കൈമാറിയതോടുകൂടിയാണ് തൃശ്ശൂരിൽ മേയറെ കണ്ടെത്താൻ സാധിച്ചത്. നിജി ജസ്റ്റിനെ മേയറാക്കി തെരഞ്ഞെടുത്തത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ലാലി ജെയിംസ് തുറന്നടിച്ചത്. തനിക്ക് കൊടുക്കാൻ പണമില്ലായിരുന്നു. തന്നോട് DCC അധ്യക്ഷനായിട്ടുള്ള ജോസഫ് ടാജറ്റ് പണം ആവശ്യപ്പെട്ടു. ആ പണം കൊടുക്കാൻ ഇല്ലാതായതോടുകൂടി മേയർ സ്ഥാനത്ത് നിന്ന് താൻ പുറത്താക്കപ്പെട്ടു എന്ന് തുറന്നു പറഞ്ഞത് ലാലി ജെയിംസ് ആണ്. ഏറെക്കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ഉണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിരവധി തവണ മത്സരിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തൃശ്ശൂർ കോർപ്പറേഷനിലെ കൗൺസിലറായി പ്രവർത്തിച്ച ഒരു വനിതാ നേതാവ് കൂടിയാണ് ലാലി ജെയിംസ്. ലാലി ജെയിംസിന്റെ തുറന്നു പറച്ചിലിൽ പാർട്ടി പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലായിരിക്കുന്ന വേളയിലാണ് മറ്റത്തൂരിൽ ഉണ്ടായിരിക്കുന്ന പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് കോൺഗ്രസിന് മേൽ പതിച്ചത്. എന്തായാലും ഇതോടുകൂടി പാർട്ടി പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഒപ്പം തന്നെ ജോസഫ് ടാജറ്റിനെതിരെ കോൺഗ്രസിൽ ഒരു വിഭാഗം തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ടാജറ്റ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ, ഒല്ലൂർ, നാട്ടിക മണ്ഡലങ്ങളിൽ ഏതെങ്കിലും മത്സരിക്കാനൊരു സാധ്യതയുണ്ടെന്ന് കണ്ടതോടുകൂടി AI ഗ്രൂപ്പുകൾ ഈ ടാജറ്റിനെതിരെ അല്ലെ ടാജറ്റിനെ ഉന്നം വെച്ച് വന്നിരിക്കുകയാണ് എന്നാണ് KC ഗ്രൂപ്പ് പറയുന്നത്. ഈ KC ഗ്രൂപ്പിന്റെ പേര് ആദ്യം ഉന്നയിച്ചിട്ടുള്ളത്, ആദ്യം ഈ രംഗത്തേക്ക് എടുത്തിട്ടത് ലാലി ജെയിംസ് ആണ്. ലാലി ജെയിംസിന്റെ മാറ്റാൻ വേണ്ടി, അല്ലെ ലാലി ജെയിംസിനെ ഇവിടെ നിന്ന് മേയർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ വേണ്ടി ഇടപെട്ടത് KC വേണുഗോപാലും അതേപോലെ തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി അടക്കമുള്ളവർ ഇടപെട്ടു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് ലാലി ജെയിംസ് ആണ്. എന്തായാലും തൃശ്ശൂരിലെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു വിഭാഗം ടാജറ്റിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ ടാജറ്റിന്റെ വിഭാഗമായിട്ടുള്ള KC വിഭാഗം ഒന്നാകെ AI ഗ്രൂപ്പുകളെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഗുരുവായൂർ സീറ്റിനെ ചൊല്ലി കോൺഗ്രസും അതേപോലെ തന്നെ മുസ്ലിം ലീഗും തമ്മിലുണ്ടായിരിക്കുന്ന പടലപ്പിണക്കങ്ങൾ, വടംവലികൾ, അതിന് പിന്നിലും ഈ ഗ്രൂപ്പുകളുടെ പോരുണ്ടെന്നും ഗ്രൂപ്പുകളുടെ വടംവലി ഉണ്ടെന്നും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചു വിട്ടത് കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗമാണെന്നും ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് ജോസഫ് ടാജറ്റും KC ഗ്രൂപ്പും അടക്കം ഇടപെട്ടുകൊണ്ടാണ് ഗുരുവായൂർ സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് K മുരളീധരനെ ഗുരുവായൂരിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്നാണ് മറുവിഭാഗം ആരോപിക്കുന്നത്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന നേട്ടം, അല്ലെങ്കിൽ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടത്തിന്റെ മധുവിധ തീരും മുന്നേ തൃശ്ശൂരിലെ കോൺഗ്രസിൽ തമ്മിലടിയാണ്. അതിനെ പ്രതിരോധിക്കാനാവാതെ കുഴഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ്, KPCC നേതൃത്വം അടക്കം കുഴഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണാൻ സാധിച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്. യെസ്, തൃശ്ശൂർ കോൺഗ്രസിൽ തമ്മിലടിയാണ്. സീറ്റുകളൊക്കെ കൂടുതൽ നേടി ജയിച്ചു വന്നപ്പോൾ അധികാര തർക്കമുണ്ട്. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് മുന്നോടിയായി എങ്ങനെയും സീറ്റുകൾ നേടിയെടുക്കുക, മത്സരിക്കാൻ സീറ്റ് നേടുക, മറുവശത്ത് അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുക, ഇതിലേക്കൊക്കെയുള്ള ഒരു ചൂണ്ട് പലകയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള അടി, കോഴ ആരോപണം, മറ്റത്തൂരിലെ വിവാദമൊക്കെ വലിയ തിരിച്ചടിയാവുകയാണ് വിജയത്തിന് ശേഷവും കോൺഗ്രസിന് എന്നോർക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.